Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്നത്തെ ദിവസം രണ്ട് വിശേഷം അല്ലേ. ഒന്ന് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ, അദ്ദേഹത്തിൻ്റെ ജന്മനാളാണ്. അതേപോലെ ഇന്നൊരു വിശേഷം എന്താ വെച്ചാൽ ഇന്ന് വിജയദശമിയാണ് അല്ലേ. വിജയദശമി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്ത് വരും. എന്താന്ന് വെച്ചാൽ പറയുന്നത് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നുള്ള ഒരർത്ഥമുണ്ട്. എന്നാൽ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കുള്ള അറിവിൻ്റെ സമ്പാദ്യമാണ് എന്നാണ് പറയുക. അതായത് സരസ്വതി ദേവിയാണ് ഇന്ന് കടാക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള വഴി ഈശ്വരൻ കാണിച്ചു തരണേ എന്നുള്ള ഒരു ഇതും കൂടെ ആണ് നമ്മളെ വിജയദശമിക്ക്. അതുമാത്രമല്ല, നമ്മൾ എല്ലാ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓരോ റെസൊല്യൂഷൻസ് എടുക്കാനുണ്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ വിജയദശമിക്കും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവിനെ ഒരിക്കലും നമ്മുടെ മേളിൽ ഡോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കരുതെന്ന് പറയും. അതേപോലെ എന്താ പറയുക, ജ്ഞാനം കൂടുതൽ സമ്പാദിക്കുക, അറിവിലേക്ക് നമ്മുടെ യാത്ര നടക്കട്ടെ എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും ഇന്ന് നവരാത്രി കഴിഞ്ഞ് വിജയദശമിയിലേക്ക് എത്തിയ ഈ 9 രാത്രി കൊണ്ട് നമ്മൾക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദിവസം തൊട്ട് 9ാമത്തെ ദിവസം ആവുമ്പോൾ ഇതിനകത്ത് ആധ്യാത്മികമായിട്ടും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത്രയും പറഞ്ഞു തരാനുള്ള ഒരു അറിവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഈ 9 ദിവസങ്ങളുടെ കുറച്ച് പ്രാധാന്യങ്ങൾ ഇച്ചിരി അറിയത്തുള്ളൂ, ഒത്തിരി ഒന്നും അറിയത്തില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ജ്ഞാനമില്ലാതെ അതിൻ്റെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ന് അതിനും വേണ്ടിയിട്ട് ഞാനൊരു റെസിപ്പി ചെയ്യാമെന്ന് എന്നാന്ന് വിചാരിച്ചാൽ, ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ശരിക്കും മാംഗ്ലൂരിൽ നിന്ന് ഒരു ദിയ എന്ന് പറഞ്ഞ ഒരു മോൾ എനിക്ക് അയച്ചു തന്നാണ്. അത് ശരിക്കും പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇത് ട്രഡീഷണലായിട്ട് വിജയദശമിയുടെ ദിവസം അവരുടെയൊക്കെ വീട്ടിൽ പ്യോർ കനഡിയൻസ് ആണ്. അവരുടെ വീട്ടിൽ അമ്മുമ്മ അവരെല്ലാം ചെയ്യുന്ന ഒരു ഡിഷാന്നാ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഈ വർഷം നവരാത്രിക്ക് കിട്ടിയ ഒരു ട്രഡീഷണൽ കറി ആകുമ്പോഴത്തേക്ക് നമ്മളത് കളയാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാംഗ്ലൂർ അർച്ചന എന്ന് പറഞ്ഞൊരു അനിയത്തിയുണ്ട്. അപ്പം അവരുടെ വീടിന് അടുത്താണ് ഈ മോള് താമസിക്കുന്നത്. അപ്പം അങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കത്തിരിക്ക നമ്മൾ ബേസിക്കലി എല്ലാവരുടെ വീട്ടിലും സാമ്പാർ അല്ലെങ്കിൽ അവിയലിനകത്ത് ഇടും, അല്ലെ കത്തിരിക്ക മീൻ വറുക്കുന്ന എന്താ പറയുക, അതിൻ്റെ അരപ്പെടുത്ത് വെച്ച് മീൻ വറുക്കുന്ന പോലെ നമ്മൾ കഴിക്കാറുണ്ട്. ഇങ്ങനെ പിന്നെ ബജ്ജി ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ബേഗൻ ഭർത്ത ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. ഇതൊരു ഡിഫറൻറ്റ് സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല, നമുക്കൊരു പുതിയ ഡിഷ് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ഈ റെസിപ്പിയിൽ നോർത്ത് ഇന്ത്യൻ മാംഗ്ലൂരിയൻ കന്നഡിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് പറഞ്ഞുതരാം. ഇത് ശരിക്കും കറുത്ത എള്ള ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എള്ളുണ്ട അങ്ങനെയൊക്കെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലിനൊക്കെ ഭയങ്കര ശക്തി തരുന്നതാണ്. അത് വൈറ്റ് ആയാലും ശരി, ബ്ലാക്ക് ആയാലും ശരി. പിന്നെ വേണ്ടിയത് കുറച്ച് കപ്പലണ്ടിയ. ഇതൊരിച്ചിരി കൂടുതലിരുന്നാലും നല്ലതാട്ടോ, നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ വേണ്ടിയത് കുറച്ച് തേങ്ങ. ഇത് കുറച്ച് ഡ്രൈ റോസ്റ്റ് ആയ തേങ്ങ മേടിച്ചതാ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാ തേങ്ങ തിരുമ്മി എടുക്കുവാന്നേൽ അങ്ങനെ ആയാലും മതി. അവരെന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ തീരെ ചെറിയ കത്തിരിക്കായില്ലേ, തീരെ ചെറുതല്ല, ഇതിനെക്കാട്ടിലും ഒരു ഇച്ചിരിയും കൂടെ ചെറിയൊരു കത്തിരിക്ക മേടിക്കാൻ കിട്ടുമെന്നേ. അത് വെച്ച് അവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം ഈ തീരെ ചെറുത് മേടിച്ചപ്പോഴത്തേക്കുള്ള പറ്റിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഈ കത്തിരിക്ക ചില സമയം കഴിക്കും. അപ്പോൾ അതൊന്ന് നോക്കിയേച്ച് വേണം മേടിക്കാനായിട്ട്. പിന്നെ ഇനിയുള്ളത് ഒരു ഇച്ചിരി സവാളയാ. പിന്നെ നമ്മുടെ കറിവേപ്പില കുറച്ച് അരിഞ്ഞതിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത്. അതല്ല നമ്മൾ സാധാ കറിവേപ്പില ഇടുവാണെങ്കിൽ അങ്ങനെ. ഇതിനും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയാ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാലയാ, നമ്മൾ വീട്ടിൽ സാധാ പൊടിക്കുന്ന മസാല. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതെന്നാന്നോ, കുറച്ച് പുളിയില്ലേ, നമ്മുടെ വാളംപുളി, സാമ്പാറിന് പിഴിയുന്ന പുളി, അതാ എടുത്ത് വെച്ചേക്കുന്നത്, അതിൻ്റെ വെള്ളവേ. പിന്നെ ഉള്ളത് കുറച്ച് ശർക്കര. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ ഉള്ളത് കുറച്ച് കടുക്. ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറേ സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. ഇതും എളുപ്പമുള്ള ഒരു കാര്യമാണ്, വലിയ മെനക്കെട്ട കാര്യങ്ങളൊന്നുമില്ല.
ഇതിന് മെനക്കേടെന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് സ്റ്റഫ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്തേച്ച് നമ്മൾ ആ സാധനം മുഴുവൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതെല്ലാം ഈ കത്തിരിക്കകത്തൊന്ന് സ്റ്റഫ് ചെയ്തേച്ച് കത്തിരിക്ക മുഴുവനോടെയാണ് നമ്മൾ ഈ വറക്കുന്നത്. അന്നേരം അതിന് എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എള്ളൊന്നും ഒരുപാട് എടുത്തിട്ടേക്കരുത്. 1 ടീസ്പൂൺ കണക്കാക്കി കുറച്ച് എള്ള്. ആക്ച്വലി നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണാറില്ലേ എള്ള് കൊണ്ട് ചിക്കൻ ഉണ്ടാക്കുന്നേ, അതും നമുക്കിവിടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ കപ്പലണ്ടി ബേസിക്കലി ഏതൊരു എന്താ പറയാ കറിക്ക് ചേർത്താലും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് അളവ് വെക്കുന്നില്ല, ഇതങ്ങ് ഇടുക. സോൾട്ടഡ് ആണെങ്കിൽ നമ്മൾ പിന്നെ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് അതൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതിയേ. ഇതിന്റെ കൂട്ടത്തിൽ ഒരിച്ചിരി തേങ്ങ ഇടുക. തേങ്ങ എന്ന് പറയുമ്പം നമ്മൾ തിരുമിയ തേങ്ങയാണെങ്കിൽ ഒരു 1/4 മുറി മതിയാവും. ആക്ച്വലി നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് ആ ഫസ്റ്റ് ജോലി വേണ്ടേ. നമ്മുടെ തേങ്ങ ഒരു ഇച്ചിരി ഡ്രൈ ആയി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളി ഇടുക. അതായത് 1 ഉള്ളി അരിഞ്ഞ അത്രയുമാണെന്ന് വെച്ചാൽ അത്. ഇതും ഒരു ഇച്ചിരി ആയി കഴിയുമ്പം ഒരു 2-3 വെളുത്തുള്ളി. പൊടികളെല്ലാം സാവധാനം ചേർത്താൽ മതി. എണ്ണ ഒരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല. അവരൊക്കെ ബേസിക്കലി കടുകെണ്ണ എടുക്കുന്നത്, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കും. നമുക്കത് രണ്ടും ഒക്കാത്തതുകൊണ്ട് നമ്മൾ സാധാ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി പൊടികളായിട്ട് ചേർക്കുവാണേ. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, 2-3 കറിവേപ്പിലയും കൂടി ഇടുവാണേ. ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. തീ കുറച്ച് വെച്ചേച്ചാൽ പൊടി ചേർത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ശർക്കര ചേർക്കുക. അതൊരു ചെറിയൊരു സ്വീറ്റ്നെസ് മാത്രം മതി. അതായത് നമ്മുടെ ഈ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഏകദേശം പൊടിയൊക്കെ നല്ല മൂത്ത് വരുന്ന മണം വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയായത് ഇതൊരിച്ചിരി ഇതിനകത്തോട്ട് ചേർക്കും. പിന്നെ പുളി നോക്കിയേച്ച് നമുക്ക് പിന്നെ ചേർത്തേച്ചാൽ മതിയേ. ഓക്കെ, ഇപ്പൊ ഇത് ഏകദേശം ആ ഒരു ഉപ്പ്, എരിവ്, പുളി എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി ഇടുന്നത് ഇച്ചിരി ഉപ്പുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ കറിയിൽ ഉപ്പ് ചേർക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനിത് തീ ഓഫ് ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് അരച്ചെടുക്കുകയല്ല, കുറച്ച് നമ്മുടെ ഈ കപ്പലണ്ടിയുടെ തരിയൊക്കെ വേണം എന്നാ വേണ്ട എന്നുള്ള പരുവല്ലേ, ആ പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് ആറിയാലല്ലാതെ മിക്സിയിൽ ഇടാനൊക്കത്തില്ലല്ലോ. ഞാൻ ആ മസാല പൊടിച്ചേച്ച് കത്തിരിക്കകത്തോട്ട് ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യുന്നത്, ബാക്കി മസാല ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആ കറി വെക്കാൻ പോകുന്നത്, അതിന് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിച്ചേച്ച് ഞാൻ സാധാ വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കുന്നേ. എണ്ണയൊന്ന് നല്ല ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇടണം. കടുക് ഇട്ട് പൊട്ടിയതിനുടനെ ഈ ഉള്ളി എത്രയാന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കാം, അല്ലെങ്കിൽ കുറച്ച് കട്ടി കുറച്ചായിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഒരേ പ്രാവശ്യം അരിഞ്ഞപ്പം ബാക്കി വന്നതിനെ ഞാൻ ഇനി ആ കറിയിലോട്ട് ആക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഫസ്റ്റ് കുറച്ച് കടുക് ഇടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉള്ളി, അതായത് ഗ്രേവിക്ക് വേണ്ടി എത്രന്ന് വെച്ചാൽ ആ കണക്കിന് കുറച്ച് ഉള്ളി.
ഇതൊന്ന് ഇച്ചിരി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കത്തിരിക്ക ഇതിനകത്തോട്ടിട്ട് ഒന്ന് വറക്കാവേ. ഇത് വഴറ്റിയിട്ട് മാറ്റി വെക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ചേച്ച് കത്തിരിക്ക ഒന്ന് വറുത്തെടുക്കാവേ. ചിലപ്പോൾ അങ്ങനെ ഈ ഉള്ളി കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കത്തിരിക്ക വറുത്തെടുക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. ഞാൻ ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെയാ ഇപ്പൊ ചെയ്യുന്നത്. മസാലക്കകത്ത് ഉപ്പിട്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ ഉള്ളിയിലോട്ട് ഇടുക, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട്. കപ്പലണ്ടിക്ക് ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ചോണം. ഉള്ളി നല്ലതായിട്ട് മൂക്കുവാന്നുണ്ടെങ്കിൽ കത്തിരിക്കയിട്ട് വറക്കാം. അതല്ല, കുറച്ച് വഴറ്റിയതിന് ശേഷം ഇത് മാറ്റിയിട്ട് കത്തിരിക്ക ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഒരുപാട് പാത്രം കഴുകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഒരു പാത്രത്തെ തന്നെ എല്ലാം ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ മസാല എല്ലാം ചേർത്തതിന് ശേഷം ഉപ്പ്, എരിവ്, പുളി, മധുരം ഇതെല്ലാം ഇച്ചിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഒരു ഇച്ചിരി ഇതെല്ലാം മൂപ്പിക്കുന്ന സമയത്ത് ചേർത്തേച്ചാൽ മതി. മൂപ്പിച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ അതിനുണ്ടാവേ. ഓക്കെ, നമ്മുടെ ഉള്ളിയെല്ലാം ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ തന്നെ ഈ സ്റ്റഫ് ചെയ്ത് കത്തിരിക്ക ഇതിനകത്തോട്ട് ഇടുവാണ്. ഈ എണ്ണയിലോട്ട് തന്നെ ഇടാം. കത്തിരിക്ക ഒന്ന് വാടി വരുവേലേ, അത് അതിന്റെ ആ ഒരു പരുവേ. കത്തിരിക്ക വേവാൻ അധികം സമയമൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഒന്ന് ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. എന്റെ കത്തിരിക്കയുടെ ആ ഒരു വയലറ്റ് കളർ ഒന്ന് മാറി അതൊരു ബ്രൗൺ കളർ ആവുമല്ലേ. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആ അരപ്പ് ബാക്കി വെച്ചിരിക്കുന്നില്ലേ, അതൊന്ന് ചേർക്കാം. ഇപ്പൊ ഏകദേശം ഓൾമോസ്റ്റ് ആ കത്തിരിക്കയുടെ നിറമൊക്കെ ഒന്ന് മാറി. ഇനി ആ അരപ്പി കിടന്നും കത്തിരിക്ക ഒന്ന് വേവാനുള്ളതല്ലേ. ഈ അരപ്പിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചേർത്തിട്ടുള്ളതാ. ഇത് ചേർത്തേച്ച് ഞാൻ ഒരു ഇച്ചിരി ചെറു ചൂട് വെള്ളവും കൂടെ ചേർക്കുമ്പോഴേ അരപ്പ് മിക്സ് ആവത്തുള്ളൂ. കപ്പലണ്ടി ചേർത്തുകൊണ്ട് നമ്മൾ വെള്ളം ഒരിച്ചിരി കൂടുതൽ ഒഴിച്ചേക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ അത് കുറുകി വരും. അവസാനം കുറുകി വന്നേച്ച് കത്തിരിക്ക വേവാനൊട്ട് പ്രയാസപ്പെടുകയും ചെയ്യും. അപ്പൊ അതൊന്ന് നോക്കി വേണം നമ്മൾ ആ വെള്ളം ചേർക്കാനായിട്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി കറിവേപ്പിലയും കുറച്ച് ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്താൽ മതി. ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ലത് നല്ല എന്താ പറയാ ബാസ്മതി റൈസ് അല്ലേ, അതാ അവർ പറഞ്ഞ കോമ്പിനേഷൻ. ബിക്കോസ് നമ്മുടെ പോലെ ബോയിൽഡ് റൈസ് ആരും അവിടെ കഴിക്കാറില്ലല്ലോ, ബാസ്മതി റൈസ് അല്ലേ കഴിക്കുന്നത്. അപ്പൊ ചോറിനൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു റൈത്തായോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ സാലഡോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ പനീർ നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് വെജിറ്റേറിയൻ ഡേയ്സ് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ബേസിക്കലി ഒരു പനീറാ ചെയ്യുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിത് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കത്തിരിക്ക ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഒരിക്കലും സമ്മതിച്ചു തരാനൊക്കത്തില്ല. പക്ഷെ വെജിറ്റേറിയൻകാർക്ക് എപ്പോഴും കഴിക്കുന്നതെന്നും ഒരു വ്യത്യാസപ്പെട്ട ഒരു കറിയാ, പക്ഷെ നല്ല ടേസ്റ്റ് ആകട്ടോ. ഇതിനകത്ത് എന്നാന്നറിയോ, ഉപ്പ്, എരിവ്, പുളി, മധുരം എല്ലാം ഉണ്ട്. ഒരു വ്യത്യാസ ടേസ്റ്റ്. അത് മാത്രമല്ല നമ്മളിപ്പം ഇവിടെ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടി അങ്ങനത്തെ ഒന്നും അരയ്ക്കുമല്ലോ, പക്ഷെ ഇതിനകത്ത് അതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസമായിട്ടൊരു രുചിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല.